ഹായ് ഫ്രണ്ട്സ്, ഏറ്റവും പുതിയ റെമഡി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ആശയാണ്. നമ്മളെല്ലാവരും ഗ്യാസ് ഉപയോഗിച്ചിട്ട് ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്ന ആളുകളാണ്. ഗ്യാസ് ഉപയോഗിക്കുന്ന എല്ലാവരുടെ ഒരു ടെൻഷൻ മാക്സിമം എങ്ങനെ ഗ്യാസ് ലാഭിക്കാം എന്നുള്ളതൊക്കെയാണ്. ഗ്യാസ് ലാഭിക്കാൻ പ്ലാൻ ചെയ്യുന്ന എല്ലാ ആളുകളും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഗ്യാസ് സ്റ്റൗവിന്റെ ബർണറുകളും അതുപോലെ തന്നെ സ്റ്റൗവും ഒക്കെ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആണോ എന്നുള്ളതാണ്. ഇത്തരത്തിൽ നമ്മളെല്ലാവരും സ്റ്റൗ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കഴുകി വൃത്തിയാക്കാറൊക്കെ ഉണ്ട്. ഇങ്ങനെ വൃത്തിയാക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റുക, എവിടെയൊക്കെയാണ് ക്ലീൻ ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അതാ എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് ഉറച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ആ മിക്സ് ചെന്നിട്ട് എല്ലാ അഴുക്കും തുരുമ്പും എണ്ണവഴുക്കും ഒക്കെ നല്ല രീതിയിൽ കുതിർന്നിട്ടാണ് ഇരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിൽ മുകളിൽ കുറച്ച് ഡിസൈൻസ് ഒക്കെ ഉണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ കുറച്ച് അധികം അഴുക്കുണ്ടാവും, അല്ലെങ്കിൽ ആ സൈഡിലൊക്കെ നല്ല രീതിയിൽ തുരുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ തുരുമ്പൊക്കെ കളയാനായിട്ട് നമുക്ക് സ്ക്രബ്ബർ ഒന്നും ഉപയോഗിക്കേണ്ട. ഇതുപോലെ കുറച്ച് ഉപ്പ് പൊടി എടുക്കുക. ഇനി ഈ ഉപ്പ് പൊടിയിൽ മുക്കിയിട്ട് അതേ സെയിം സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ആ വിടവുകളിലൊക്കെ നല്ല രീതിയിൽ ഉരച്ചു കൊടുക്കുക. അപ്പോൾ തുരുമ്പിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പ് വെച്ചിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് മാറി വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഈ ഒരു സ്റ്റവിന്റെ മുകളിൽ യാതൊരു തരത്തിലുള്ള സ്ക്രാച്ച് വീഴാതെ തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള തുരുമ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതേ സെയിം സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ആ തുരുമ്പൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എവിടെയൊക്കെ തുരുമ്പ് വന്നിട്ടുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ഉപ്പിട്ടിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റീലിന് നല്ല സ്ക്രാച്ച് ഒന്നും വീഴാതെ നല്ല ഫിനിഷിങ്ങിൽ ആ തുരുമ്പൊക്കെ പോയിട്ട് നല്ല ഫിനിഷിങ്ങിൽ അത് പോകും. അപ്പോൾ ഇതുപോലുള്ള ഡിസൈൻസ് വരുന്ന ഭാഗങ്ങളിൽ വിടവുകളിലൊക്കെ ഞാൻ നല്ലപോലെ ഉപ്പിട്ട് തന്നെയാണ് ഉരച്ചെടുത്തിട്ടുള്ളത്. അത്തരത്തിൽ തുരുമ്പുണ്ടായിരുന്ന എല്ലാ ഭാഗവും തന്നെ വളരെ നീറ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്